ഉമ്മ നേടി ഉമ്മ നേടി നമസ്കാരം, ഞാൻ സിനോബി. ഇടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊച്ചി എയർപോർട്ടിനടുത്ത് കപ്രശ്ശേരി ഷീല ചേച്ചിയുടെ പശുത്തൊഴുത്തിലാണ്. ഇവിടെ 4 കറവ പശുക്കളും അതിന്റെ കുട്ടികളുമാണ് ഉള്ളത്. തൊഴുത്തിന്റെ തൊട്ടടുത്ത് പാടം ഉള്ളത് കൊണ്ട് തന്നെ വളരെ വിജയകരമായിട്ടാണ് ഷീല ചേച്ചി പശുക്കളെ വളർത്തുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഷീല ചേച്ചിയുടെ പശു വളർത്തലാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഷീല ചേച്ചി. ചേച്ചി ഇടപ്പറമ്പി ഫാമിലേക്ക് സ്വാഗതം. അപ്പോൾ എത്ര നാളായിട്ടാണ് ഈ മേഖലയ്ക്ക് വന്നത്? ആദ്യം കുറച്ച് നാൾ പശുക്കളുണ്ടായിരുന്നു, പിന്നെ നിർത്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറി കഴിഞ്ഞപ്പോൾ പശുവിനെ വാങ്ങിച്ചു. ഇപ്പോൾ 3.5 വർഷത്തോളം ആയിട്ടുണ്ട്. 3.5 വർഷത്തോളം പശുവിനെ വാങ്ങിച്ചിട്ട്. ആദ്യം എത്ര പശു? അത് നാടൻ പശു ആയിരുന്നു. ഒരെണ്ണം ഉണ്ടായുള്ളൂ, സാധാ പശു. അത് ഞങ്ങളുടെ വീട്ടിൽ പ്രസവിച്ച് ഇങ്ങനെ ഉണ്ടായതായിരുന്നു. അത് വർഷങ്ങളായി. അത് കഴിഞ്ഞ് ഞങ്ങൾ നിർത്തി. അത് കഴിഞ്ഞപ്പോൾ ഇപ്പം തിരിച്ചും ആ പണിയിലേക്ക് തന്നെ ചെയ്യുന്നു. ഇവിടെ ഇപ്പം 4 പേരുണ്ട്. 4 പേരും കറക്കണതാണ്. പിന്നെ അത്യാവശ്യം പാല് കിട്ടണ്ടെന്ന് മാത്രം, ഒരുപാട് പാലൊന്നുമില്ല. 8, 7 അങ്ങനെയൊക്കെ ഉള്ള പാലുള്ളൂ. പിന്നെ നിർത്തിയിട്ട് പിന്നെ തുടങ്ങാനുള്ള കാരണം എന്താ? ജോലിയില്ല. ചേട്ടന് കൽപ്പണിയാണ്. അപ്പൊ ജോലി ഇല്ലാത്തതിന്റെ പേരിൽ ഞങ്ങൾ തിരിച്ചു അത് തന്നെ ചെയ്യും. പിന്നെ അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ തിരിച്ചും ചെയ്തു. ഷീല ചേച്ചിയുടെ പശു വളർത്തലിന്റെ തുടക്കം ഒരു നാടൻ പശുവിൽ നിന്നാണ്. പിന്നീട് അത് 4 പശുക്കളായി മാറുകയാണ് ചെയ്തത്. ഒരു അമ്മ തന്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെയാണ് ഇവിടെ ഷീല ചേച്ചി പശുക്കളെ വളർത്തുന്നത്. അവിടെ ഞാൻ പറഞ്ഞില്ലേ, സാധാരണ നാടൻ പശുവൊക്കെ ആയിരുന്നു. അത് വീട്ടിൽ പ്രസവിച്ച് അതൊക്കെ കുറേ പ്രസവമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൊടുത്തു. പിന്നെ ഞങ്ങൾ പശുവിൻ്റെ ഇതൊന്നും ഉണ്ടായില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞ പിന്നെ ഞങ്ങൾ ഓരോരുത്തരൊക്കെ വാങ്ങിച്ച് ഇപ്പം ഞങ്ങൾക്ക് 4 പശുവുണ്ട്. ഫസ്റ്റ് വാങ്ങിച്ചത് നന്ദിനി എന്നാണ് അവളുടെ പേര്. എല്ലാവർക്കും പേരുണ്ട്. എല്ലാവരും പേര് വിളിച്ച വിളിയേക്കും ഒക്കെ ചെയ്യും. ചേട്ടനെ കാണുമ്പോഴാണ് കൂടുതൽ വിളിയേക്കലൊക്കെ. കൂടുതൽ ഞാനാണ് തീറ്റ കൊടുക്കണം, പക്ഷെ അവർക്ക് ചേട്ടനാണ് ഇഷ്ടം. ഇവളിപ്പം 2 പ്രസവം കഴിഞ്ഞ് 3ാമത്തെ കുത്തിവെച്ചിട്ടുണ്ട്. അവളെയാണ് ആദ്യം വാങ്ങിച്ചത്. 2ാമത്തത് മണി, അത് അറ്റത്തേക്കണത്. അത് ആദ്യത്തെ പ്രസവമാണ്. 2ാമത് കുത്തിവെച്ചിട്ട് 1 പ്രാവശ്യം കുത്തിവെച്ചിട്ട് പിടിച്ചിട്ടുള്ള. അപ്പൊ 2ാമത് ഒന്നും കൂടി കുത്തിവെക്കാനുള്ള നോക്കിയിട്ട് വേണം. 3 മാസം കഴിഞ്ഞ് നോക്കിയിട്ട് വേണം കുത്തി. ഇല്ലാന്നാ തോന്നണേ കണ്ടിട്ട്, എങ്ങനെയാന്നറിയില്ല. ഇനി പിന്നെ ഇതാണ് പിന്നെ മേടിച്ചത്, 3ാമത് വാങ്ങിച്ചത്. അതെ, ഇവർക്ക് അത്യാവശ്യം പാലൊക്കെ ഉണ്ട്. അവൾക്ക് കുഞ്ഞുണ്ട്. അത് കുഞ്ഞ് അതിപ്പോ അവന് 4 മാസമായി. 4 മാസമായി. അവന്റെ പേര് കുട്ടപ്പൻ, ആ മൂരിക്കിടാവ്. ഇവളുടെ മോനാണത്. ഇതിപ്പോ വാങ്ങിച്ച് ഇതിപ്പോ 3ാമത്തെ പ്രസവമായി. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഇതിനാണ്. അവളുടെ പേര് ശാരദാന്ന്. ഇത് വാങ്ങിച്ചിട്ട് ഇപ്പൊ പേരുണ്ട് മാളു, ശാരദ, നന്ദിനി മണി. ഇത് കുട്ടപ്പൻ, അത് സീതക്കുട്ടി. അവള് വിളിയേക്കും. അവൻ അങ്ങനെ വിളിയേക്കണില്ല, അവൻ നോക്കുള്ളൂ. ഞങ്ങളെ നോക്കുള്ളൂ. ഞങ്ങൾ വിളിക്കുമ്പോ അവൻ നോക്കി ഇങ്ങോട്ട് കയറിപ്പോരും. പാടത്തുനിന്ന് തന്നെ കയറിപ്പോരും വിളിക്കുമ്പോ. ഇവിടെ നിന്ന് വിളിച്ചാ മതി. വൈകിട്ട് രാവിലെയും പുറത്തേക്ക് വിടും. അവിടെ ഓടിച്ചാടി നടന്ന് തീറ്റ കഴിഞ്ഞ് വയറിറച്ചപ്പോ വന്നേക്കണതാ. വെയിൽ മൂക്കണേക്കായി മുമ്പ് ഞങ്ങൾ കൊണ്ടുവരും. കെട്ടൂല, അവർ 2 അഴിച്ചു വിടും. സാധാരണ കിടാരികളിൽ പൊക്കിൾ പഴുപ്പ്, മുട്ടുകാൽ പഴുപ്പ് എന്നിവ കാണാറുണ്ട്. ഇതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ കിടാരികളെ കിടത്തുന്നത്. എന്നാൽ ഇവിടെ കിടാരികളെ കിടത്തുന്നതിനായി പ്രത്യേക സജ്ജീകരണങ്ങൾ ഉണ്ട്. ഇത് കൂടായിരുന്നു. ആദ്യം ഒരു കൂട് പോലെ ആയിരുന്നു. അപ്പൊ അവര് വലുതായി കഴിഞ്ഞപ്പോ ആ കൂട് മാറ്റിയിട്ടിട്ട് പലക നിരത്തി കൊടുത്തേക്കണേ. അവർക്ക് ചെളിയും വെള്ളമൊന്നും തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പലക നിരത്തി അവരതിമേ കിടക്കണേ. അപ്പൊ കുട്ടികളെ സംരക്ഷിക്കാൻ ഇങ്ങനെ ചെയ്താൽ മതിയോ? ഞാൻ ചെയ്താൽ മതി. അപ്പൊ അവർക്ക് ചെളിയും വെള്ളമൊന്നും മൂത്രമൊന്നും ഒക്കെ അടിയൊക്കെ പൊക്കോളൂല്ലോ. അപ്പൊ അവരുടെ മേത്ത് അങ്ങനെ ആവൂല. അവർ ശരിക്കും കയറി കിടക്കും.
സാധാരണ ഈ കുട്ടികളെ കൊണ്ടാകുമ്പോ ഈ മുട്ടിന് പഴുത്തിട്ട് അങ്ങനെ പ്രശ്നം ഇപ്പൊ അങ്ങനെ ചെയ്യുമ്പോ അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇങ്ങനെ കയറ്റി കെട്ടിയ പിന്നെ ഉണ്ടായിട്ടില്ല. അതിക്ക് മുമ്പ് ഒരു പശുക്കിടാവ് ഉണ്ടായിട്ട് അതിന്റെ മുട്ടിന് രണ്ടും തൊലി പോയായിരുന്നു. തൊലി പോയി കഴിഞ്ഞിട്ട് അത് ചത്തും പോയി. അതിനെന്തോ അസുഖമാണെന്നായിരുന്നു. അത് പിന്നെ ഞങ്ങൾ താഴെ കിടത്താറില്ല. സാധാരണ മിക്ക ആൾക്കാരും പറയുന്നത് കുട്ടികളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നനയില്ല. ഇനിയിപ്പോ ഇത് ശരിക്കും അവരെ കെട്ടാറാകുമ്പോഴേക്കും 2 വശം ഉണങ്ങും. ഉണങ്ങും. ഇതിപ്പോ നമ്മൾ കഴുകിയിട്ടേക്കല്ലേ, ഈ പലക ഉണങ്ങും, ആ കല്ലും ഉണങ്ങും. അപ്പൊ രണ്ടുപേരെയും അവൻ ഇവിടെയും കിടക്കും, അവൾ അവിടെയും കിടക്കും. അവൻ ഇവിടുന്ന് മാറില്ല. ഈ പലകയമേ അവൻ കിടക്കണേ. കുഞ്ഞിതാർന്നപ്പോ തൊട്ട് ഈ പലയമ കിടത്തിയത് കൊണ്ട് അപ്പൊ അവിടെ ഒരു കൂടുണ്ടായിരുന്നു. ആ കൂട് വച്ചിട്ട് അതിന്റെ മുകളിൽ പല നിരത്തിയാണ് ഇവനെ മുകളിലാർന്ന് കിടത്തിക്കൊണ്ടിരുന്നത്. കുഞ്ഞിതാർന്നപ്പോ തൊട്ട് കൂടുണ്ടാക്കി. അതെ, എന്നിട്ട് അത് ഇച്ചിരി കൂടി വലുതായി കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി അതുങ്ങളെ ഇവിടെ കിടത്തണം അല്ലേ? അപ്പൊ മുട്ടിന്റെ പ്രശ്നം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ചെറുകിട ക്ഷീരകർഷകർക്ക് എന്നൊരു അനുഗ്രഹമാണ് പുല്ല് പിടിച്ച പാടങ്ങൾ. ഈ പാടങ്ങളിൽ മേയാൻ വിടുമ്പോൾ തന്നെ പശുക്കൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാകി തീറ്റച്ചെലവിൽ വ്യത്യാസം ഉണ്ടാകുകയും ചെയ്യും. ഇവിടെ ഷീല ചേച്ചി തന്റെ പശുക്കളെ ഈ കാണുന്ന പാടങ്ങളിലാണ് മേയാൻ വിടുന്നത്. എനിക്ക് നല്ലതായിട്ടാണ് തോന്നണേ. കാരണം അവരുടെ വയറ് നിറയും, അവർ ഓടിച്ചാടി കളിച്ച് നമ്മൾ വിളിക്കുമ്പോൾ വരികയും ചെയ്യണം. അപ്പൊ നമ്മളായിട്ട് കൂടുതൽ ഒരു പരിചയമാവല്ലേ. നമ്മളിവിടെ നിന്ന് വിളിക്കുമ്പോൾ അവരുടെ പേര് ഇന്നതാണ്, അവർ ഓടി ഇങ്ങനെ വരും. അപ്പൊ വലുതായാലും അവരത് ശീലിക്കാണ്. നമ്മൾ വിളിച്ച ഓടി വരാണ് അവര് വയറ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ചേട്ടൻ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് സീതക്കുട്ടി അല്ലെങ്കിൽ കുട്ടാന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അവരിങ്ങോട്ട് വരും. പിന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്ന സമയത്ത് നമ്മൾ നോക്കിയില്ലെങ്കിൽ അവർ പാലൊക്കെ കുടിച്ച് തീർക്കും. അപ്പം നമ്മൾ ആ വിളിക്കണ സമയത്ത് നമ്മൾ അവർ വരുമ്പോഴേക്കും നമ്മൾ അതിനെ നിർത്തണം. അത്രേ ഉള്ളൂ. അത് വെച്ചാൽ വിളിക്കണ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുമ്പോഴാണല്ലോ അവർ വന്നത്. അപ്പം പിന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണല്ലോ. 2 പേരും പോകും. 5 മണിയായി കഴിഞ്ഞ ഒരു 6-6:30 ആവും. അത്രയും നേരം സന്ധ്യ ആവുമ്പോഴാണ് ഞാൻ വിളിക്കണേ ഇങ്ങോട്ട്. അതേപോലെ രാവിലെ കറന്ന് അത് മഞ്ഞുവെള്ളം തോർന്നു കഴിയുമ്പോൾ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 9 മണിക്ക് മുമ്പ് വെയിലൊന്നാവുമ്പോഴേക്കും ഞാൻ വിളിക്കും. അപ്പൊ അവര് ഓടിച്ചാടി വരും. പിന്നെ വെയിൽ കുറയുമ്പോൾ പിന്നെ വൈകിട്ടാണ് വിടണേ. പിന്നെ ഇടയ്ക്കൊന്നും വിടൂല. അപ്പൊ എനിക്ക് ചൂടായില്ല. തീറ്റയ്ക്ക് വിലക്കൂടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ തീറ്റക്രമത്തിൽ എത്രത്തോളം ശ്രദ്ധിക്കാവോ അത്രത്തോളം നല്ലത്. ഇനി ഇവിടുത്തെ തീറ്റക്രമവും പാലുൽപാദനവും കേൾക്കാം. തീറ്റക്രമം കറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തീറ്റ കൊടുക്കും. ഫസ്റ്റ് തവിടും തിരിയും, കേസും തവിടും കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പുല്ലും കൊടുത്ത്, അല്ലെങ്കിൽ പുല്ലോ വയ്ക്കുമല്ലോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൊടുത്ത് അവർ വയറ് നിറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് വെള്ളം വെച്ച് കൊടുക്കും. വെള്ളവും കുടിച്ചു കഴിഞ്ഞിട്ട് അവർ കിടക്കാണ്. പിന്നെ ഞങ്ങൾ അടുത്ത കറക്കാൻ വരുമ്പോഴാണ് പിന്നെ തീറ്റ കൊടുക്കണുള്ളൂ. 2 നേരമാണ് തീറ്റ കൊടുക്കണത്. 2 നേരം പാല് ഉള്ളതനുസരിച്ചാണ് നമ്മൾ തീറ്റ കൊടുക്കണത്. ഇപ്പം അവൾക്ക് 7 ലിറ്റർ പാല് കിട്ടുകയാണെങ്കിൽ ഞങ്ങളൊരു 4 കിലോ അടുത്ത് കൊടുക്കണുണ്ട്. അതിൻ്റെ അനുസരിച്ച് തവിടും കൂട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും പാല് കിട്ടുന്നതിൻ്റെ അനുസരിച്ച് പാല് കൂടുതൽ കിട്ടുകയാണെങ്കിൽ തീറ്റ കൂടുതൽ കൊടുക്കും. തീറ്റ കൊടുക്കണത് എൻ്റെ അറിവനുസരിച്ച് അങ്ങനെയാണ് ഞാൻ ചെയ്യണത്. ഇനിയിപ്പോൾ എങ്ങനെയാണെന്നൊന്നും എനിക്ക് ശരിക്കും ഇതല്ല. പിന്നെ കൊടുക്കുമ്പോൾ അവർക്ക് വയറ് നിറച്ച് കൊടുക്കുകയാണ്. എപ്പോഴും കൊടുക്കൂല. ഇപ്പം കറന്നു കഴിഞ്ഞിട്ടാണ് തവിട് കൊടുക്കും. തവിടിൻ്റെ പുറകെ അവർ അപ്പോഴേക്കും വയ്ക്കോലോ പുല്ലോ എന്താണെന്ന് വെച്ചാൽ അതും പുല്ലൂട്ടിലിട്ട് നിറച്ച് കൊടുക്കും. കൊടുത്തിട്ട് വെള്ളവും വെച്ച് കൊടുക്കും. വെള്ളം വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവർ അതെല്ലാം കുടിച്ച് വയറ് നിറഞ്ഞ് അവർ വിശ്രമിക്കുകയാണ്. പിന്നെ നമ്മൾ കറക്കേണ്ട സമയം വരുമ്പോൾ കുളിപ്പിച്ച് ചാണകമൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് തിരിച്ച് തീറ്റ വെള്ളത്തിലിടാണ്. അതേപോലെ തന്നെ വയറ് നിറച്ച് അവർക്ക് കൊടുത്തിട്ട് പിന്നെ കൊടുക്കൂല. പിന്നെ പിറ്റേ ദിവസം കൊടുക്കണേ. പിന്നെയുള്ള സമയങ്ങൾ അവർ കിടക്കും, വിശ്രമിക്കും. ഏകദേശം എത്രത്തോളം ലിറ്റർ പാലുൽപാദനം ഉണ്ട് ഇവിടെ? 10-20 ഏകദേശം പറയുകയാണെങ്കിൽ 10-25 ഉണ്ട്. പക്ഷെ എല്ലാ ദിവസവും അങ്ങനെ കൃത്യമായിട്ട് കിട്ടണില്ലല്ലോ, ചൂട് സമയമായല്ലോ. അപ്പോൾ ഞങ്ങൾ രാവിലെ കുറച്ച് ഡയറിയിലും അളക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് വീടുകളിൽ കൊടുക്കുന്നുണ്ട്. വൈകിട്ടും അതേപോലെ തന്നെ വൈകിട്ട് കുറച്ചാണല്ലോ പാല് കിട്ടുന്നത്. രാവിലത്തെ പാല് വൈകുന്നേരം ഉണ്ടാവില്ലല്ലോ. അതും അതേപോലെ ഡയറിയിലും അളക്കും. ബാക്കിയുള്ളത് കുറച്ച് വീടുകളിലും കൊടുക്കും. ഇവിടുത്തെ പശുത്തൊഴുത്ത് 8 പശുക്കളെ വരെ നിർത്താവുന്ന ഒന്നാണ്. ഇതിന് ചെലവായിട്ട് വന്നത് 1 ലക്ഷം രൂപയാണ്. ഇവിടെ കാറ്റും വെളിച്ചവും നല്ല രീതിയിൽ കയറി ഇറങ്ങാനും പശുക്കൾക്ക് പരസ്പരം തൊടാൻ നിൽക്കാനുമുള്ള സ്ഥലമുണ്ട്. 3.5 കൊല്ലത്തോളമായി. 3.5 കൊല്ലത്തിൽ കൂടുതലായിട്ടുണ്ട് തൊഴുത്ത് പണിതിട്ട്. ഇതിന് ഏകദേശം എന്തോരം ചെലവ് വരും? 1 ലക്ഷം രൂപ അടുത്തോളം അടുത്ത് ചെലവ് വരും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓടണം മേഞ്ഞെങ്കിലും കമ്പിയും പിന്നെ തറ പൊക്കുകയാണ് കെട്ടിയ നല്ലപോലെ മണ്ണൊക്കെ നിറച്ച്.
അങ്ങനെ പാടമുള്ളത് കൊണ്ട് വെള്ളം വന്നു കഴിഞ്ഞ് ശല്യമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് തറ പൊക്കിയാണ് കെട്ടിയണത്. പിന്നെ ഓട് മേഞ്ഞേക്കണേ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവർക്ക് ചൂട് ഒത്തിരി അടിക്കാണ്ടിരിക്കാൻ. പാടായാറിന് നല്ല വെയിലുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഓട് മേഞ്ഞേക്കണത്. ഷീറ്റ് മേഞ്ഞില്ല, ഓട് മേഞ്ഞ്. 8-9 പശുവിനെ നിർത്താന്നാണ് പറയണേ. കറവക്കാര് വരുമ്പോ അവർക്കറിയാലോ ഏകദേശം. 8 എണ്ണത്തിനുള്ള ഗ്യാപ്പ് ഉണ്ട്. 8 എണ്ണത്തിന് നിർത്താനുള്ളൊരു ഇത് സംവിധാനത്തിലാണെന്ന് പണിതേക്കണേ. പിന്നെ ഇപ്പൊ 4 എണ്ണം ഉള്ളൂ. ഇനി എനിക്ക് ചിലപ്പോൾ ഇതിനകത്തേക്ക് തന്നെ ഇറങ്ങി ഞാൻ തൊഴിലുറപ്പിന് പോണതാണ്. അപ്പൊ തൊഴിലുറപ്പ് വക ഇപ്പം മോദി സർക്കാർ നമുക്ക് അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ പശുക്കളുടെയിലേക്ക് തന്നെ നീങ്ങും. അപ്പൊ ഞാൻ കൂടുതൽ പശുവിനെ വാങ്ങിക്കും. അപ്പൊ ഇത്രയും പശുവിനെയും കൊണ്ട് നമ്മൾ തൊഴിലുറപ്പിന് വന്നിരുന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളൊന്നും നടക്കൂല. കാരണം തീറ്റയ്ക്കും നല്ല പൈസയാണ് വേണ്ടത്. പക്ഷെ എനിക്ക് ആക്കിയ കൊള്ളാം, എനിക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ആക്കിയ കൊള്ളാന്നുണ്ട് എനിക്ക്, നടന്നാൽ എന്ന്. അപ്പോൾ ചേച്ചിയുടെ ചാണകം ഇങ്ങനെ ഉണക്കായിട്ടിട്ടുണ്ട്, ഇതിന്റെ വിൽപ്പനയൊക്കെ എങ്ങനെയാ? വിൽപ്പന നമ്മൾ ചാണകം ഉണക്കി പൊടിച്ച് ചാക്കിൽ വാരി വെച്ചിട്ട് അത് തുന്നിയിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കും. അപ്പൊ നമ്മൾ ഒരാളിപ്പോ ചോദിച്ചു ഒരു ചാക്കിന് ഇപ്പൊ എത്രയാവും? ഒരു ചാക്ക് 250 രൂപയായിട്ടാണ് ഞാൻ കൊടുക്കണത്. 300 രൂപ ഉണ്ടെന്ന് പറയണേ. എനിക്കത് ഞാൻ 250 രൂപയ്ക്കായിട്ടാണ് ചാണകം ഇതുവരെ കൊടുത്തത്. കഴിഞ്ഞ വർഷവും എൻ്റെ മുമ്പത്തെ വർഷം എൻ്റെ അടുത്തുനിന്ന് എല്ലാവരും വന്ന് ചാണകം മേടിച്ചുണ്ട്. ചാണകപ്പൊടി എപ്പോ വന്ന് ചോദിച്ചാലും നമുക്ക് ഉണ്ട് എപ്പോ വന്ന് ചോദിച്ചാലും കൊടുക്കും. ഞാൻ ഉണക്കി ഇതേ സ്റ്റോക്ക് ചെയ്തേക്കാണ്. അത് വേനൽക്കാലത്തുള്ള ചാണകം ഞാൻ പുറത്ത് അങ്ങനെ കൊടുക്കാം, ഉണക്കി തന്നെയാണ് കൊടുക്കണത്. വർഷത്തെ ചാണാൻ വണ്ടിക്ക് വന്ന് ആളുകൾ ആവശ്യക്കാർ മേടിച്ച് കൊണ്ടുപോകാറുണ്ട്. എന്ന് വെച്ചാൽ തെങ്ങിനൊക്കെ വർഷത്ത് പച്ചച്ചാണാനല്ലേ നമുക്ക് ഉണക്കാൻ പറ്റൂലല്ലോ, അങ്ങനെ ചെയ്യണം. അപ്പോൾ ചേച്ചിയുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി പറയുന്നു. ഇനി കൂടുതൽ പശുക്കളെ വളർത്താൻ സാധിക്കട്ടെ. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഷീല ചേച്ചിയുടെ പശു വളർത്തലാണ്. ഇതോടെ നിങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.